ലച്ചു നിങ്ങൾ വേണമെങ്കിൽ വന്നോ, ഞാൻ താണ്ട സീരിയൽ കാണാൻ പോവാണ്. ചേടാ ഇതെന്താ ഈ നെറ്റ് കണക്ഷൻ സ്ലോ ആണോ? എന്താ ചേച്ചി ഇത്, നമ്മൾ കൂടെ വന്നിട്ടിട്ടാ പോരെ? നിങ്ങൾ കൂടെ കാണാൻ വേണ്ടിയിട്ടില്ല നിങ്ങൾ കൂടെ വിളിച്ചത്, നിങ്ങൾക്ക് എന്താ വന്നൂടെ? എനിക്ക് ചുമ്മാ ഇങ്ങനെ കിടന്ന് വിളിക്കാനൊന്നും വയ്യ, വേണമെന്നുള്ളവർ വന്ന് കാണണം. എന്താ ചേച്ചി എപ്പോഴും നീ ഇങ്ങനെ? നിനക്ക് മാത്രമേ ഞാൻ അറിയാന്നുള്ളൂണ്ടല്ലേ നീ ഇങ്ങനെ. നോക്കിക്കോ, ഞാനും പഠിക്കട്ടെ, ഞാനും പഠിച്ചിട്ട് ഞാൻ ഇതുപോലെ ഇരുന്ന് കാണാം. അപ്പം നീ ഇതുപോലെ പരാതി പറയാൻ വന്നേക്കരുത് കേട്ടല്ലോ. വേണമെങ്കിൽ ഇങ്ങോട്ട് ഒന്ന് കയറി ഇരിക്കും പെണ്ണേ. നിങ്ങൾ രണ്ടുപേരും കൂടെ കൊച്ചിനെ എപ്പോഴും കരയിപ്പിക്കുന്നത്? അതൊരു കൊച്ചു കുട്ടിയല്ലേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ കയറ്റി ഇരുത്തിയതന്നെ? ഇങ്ങോട്ട് വാ മക്കളെ, അമ്മ കയറ്റി ഇരുത്താം. മക്കൾ ഇവിടെ ഇരിക്കേട്ടോ, രണ്ടുപേരും കൂടെ കൊച്ചിനെ കൂടെ നോക്കിക്കൊള്ളണം, ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നല്ലോണം മേടിക്കുന്നുണ്ട്. ആ ശരി അമ്മേ. ഈ അയാനെ കാണാൻ എന്ത് രസവാ. അതെ അതെ, ഞാനാ അയാന അതിലെ. ഓ പിന്നെ ഫസ്റ്റ് ഞാനാ പറഞ്ഞത്, അതുകൊണ്ട് ഞാനാ അതിലെ അയാന. അല്ല, ഇതിലേറ്റവും സുന്ദരി ഞാനാ, അപ്പൊ ഞാനാ അയാന. അമ്മളി പൊളിസുവാന്ന് നീ അങ്ങ് പറഞ്ഞാൽ മതിയാ. അയ്യടി ഇതിൽ മൂത്തത് ഞാനാ, അപ്പൊ ഞാനാ ഇതിലെ അയാന. നിങ്ങൾ എന്ത് ദുഷ്ടത്തിമാരാ ചേച്ചിമാരാ? ഞാനാ അയാന. ഞാനാന്ന് പറഞ്ഞില്ലേ? ആരാ അവിടെ കൊച്ചിനെ അടിച്ചത്? ഞാൻ ദേ വരുന്നു. ആരാ ഇവിടെ കൊച്ചിനെ അടിച്ചത്? ഞാനല്ല അമ്മേ, പാറു അടിച്ചേ. അമ്മ എന്തിനാ എന്നെ അടിച്ചേ? ഞാനല്ല അവളെ അടിച്ചത്, പാറു അമ്മേ. അയ്യോ ഞാൻ പോണേ. നിക്കടേ അവിടെ, നിന്നെ ഇന്ന് എന്റെ കൈ കിട്ടുമല്ലോ. നീ എത്ര ദൂരം ഓടുന്നു എനിക്കൊന്ന് അറിയണം. ഇന്ന് നീ ഇവിടെ വരില്ലല്ലോ. നിനക്ക് ഞാൻ ഇന്ന് നോക്കിക്കോ, നീ ഇന്ന് എന്നെ എപ്പോഴാണ് എന്റെ മുന്നിൽ വന്നേ എനിക്ക് അടി കിട്ടിയിട്ടേ ഞാൻ ഇവിടെ കേട്ടുള്ളൂ. കൊച്ചു കുട്ടിയാണെന്നുള്ള ഒരു ബോധം രണ്ടിനും ഇല്ല, രണ്ടുപേരും അതിനടുത്ത് അടിക്ക് പോവുകയാണ്. ഇനി മേലെ ആരെങ്കിലും കൊച്ചിൻ്റെ അടുത്ത് വഴക്കിനോ അടിക്കോ പോലെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നെരിപ്പടം മേടിക്കും. നീ ഇവിടെ ആരും ടി വി കാണണ്ട. ഈ ഓഫ് ചെയ്ത ടി വി ഇവിടെ ഇനി ആരെങ്കിലും ഇടുവാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് അവർ മേടിക്കും. രണ്ടെണ്ണം പോയത് പഠിച്ച് ഷീതു ലച്ചിനും കൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടല്ലോ. മൂന്നും കണക്കായി, മൂന്ന് സ്കൂളിൽ പോയിരിക്കുന്ന എനിക്കാ പ്രശ്നം.